ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ നമ്മൾ 1 ഇയർ സ്റ്റഡി പ്ലാനിൻ്റെ 13ാമത്തെ ആഴ്ചയിലാണ് എത്തി നിൽക്കുന്നത്. ഈ ഒരു ആഴ്ചയിൽ നമ്മൾ ഹൈഡ്രോളജി എന്ന് പറയുന്ന സബ്ജക്റ്റാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ഹൈഡ്രോളജിയിൽ നമുക്കുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്? പ്രസിപ്പിറ്റേഷൻ, റെയിൻഫാൾ ആൻഡ് ഇറ്റ്സ് മെഷർമെൻറ്റ്, ഇവാപ്രേഷൻ, ഇവാപ്രോ ട്രാൻസ്പിറേഷൻ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമുക്ക് ഈ ഒരു വീക്കിലുള്ളത്. അപ്പോൾ ഹൈഡ്രോളജിയിലെ കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹൈഡ്രോളജിക് സൈക്കിളും അതേപോലെ തന്നെ ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷനും ആണ്. അപ്പൊ ആദ്യം തന്നെ എന്താണ് ഹൈഡ്രോളജി നോക്കിയാലോ. എന്താണ് ഹൈഡ്രോളജി? സ്റ്റഡി ഓഫ് വാട്ടർ ആണ് ഹൈഡ്രോളജി, അല്ലെങ്കിൽ ഒക്കറൻസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സർക്കുലേഷൻ ഓഫ് വാട്ടർ ആണ്. ഒക്കറൻസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സർക്കുലേഷൻ ഓഫ് വാട്ടറിന്റെ സ്റ്റഡീസ് ആണ് നമ്മൾ ഹൈഡ്രോളജി കൊണ്ട് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് വാട്ടർ എന്ന് നമുക്ക് സിംപ്ലി പറയാം. ഇനി ഈ ഹൈഡ്രോളജി പറയുമ്പോൾ സ്റ്റഡി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ സർക്കുലേഷനെ പറ്റി പഠിക്കണ്ടേ? അതാണ് ഹൈഡ്രോളജിക് സൈക്കിൾ. അതായത് ഒരു സൈക്ലിക് മൂവ്മെന്റ് ഉണ്ട്, വാട്ടറിന്റെ സൈക്ലിക് മൂവ്മെന്റിനെയാണ് ഹൈഡ്രോളജിക് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹൈഡ്രോളജിക് സൈക്കിൾ എന്താണെന്ന് നോക്കാം. ഹൈഡ്രോളജിക് സൈക്കിൾ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ഹൈഡ്രോളജിക് സൈക്കിൾ എന്ന് വെച്ചാൽ വെള്ളം, നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കുമ്പോൾ അറിയാം, ലേക്സ്, ഓഷ്യൻസ് എന്നൊക്കെ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് മുകളിലെത്തും. അതിനുശേഷം എന്ത് ചെയ്യും? മഴയായി താഴേക്ക് വരും, പിന്നെ അത് സർഫസിൽ കൂടെ റൺ ഓഫ് ആയി അഗെയിൻ സീയിലേക്ക് എത്തും. ഇങ്ങനെ വെള്ളത്തിന്റെ സൈക്ലിക് മൂവ്മെന്റിനെയാണ് നമ്മൾ ഹൈഡ്രോളജിക് സൈക്കിൾ എന്ന് പറയാം. എന്താണ് സൈക്ലിക് മൂവ്മെന്റ്? ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതേ സ്ഥലത്ത് തന്നെ എൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് സൈക്ലിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് പറയാം? നമുക്ക് അറ്റ്മോസ്ഫിയർ ഉണ്ട്, അറ്റ്മോസ്ഫിയറിൽ നിന്ന് നേരെ ലാൻഡിലേക്ക് എത്തും, ലാൻഡിൽ നിന്ന് എഗെയിൻ വെള്ളം എങ്ങോട്ടെത്തും? സീയിലേക്ക് എത്തും, സീയിൽ നിന്ന് എഗെയിൻ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തും. ഇങ്ങനെ സൈക്ലിക് ആയിട്ട് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹൈഡ്രോളജിക് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി അറ്റ്മോസ്ഫിയറിൽ നിന്ന് ലാൻഡിലേക്ക് വെള്ളം എങ്ങനെയാണ് എത്തുന്നത്? പ്രസിപ്പിറ്റേഷൻ വഴിയാണ് എത്തുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വെള്ളം ഫോൾ ഓഫ് മോയ്സ്ചറിനെ നമ്മൾ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയും. പ്രസിപ്പിറ്റേഷൻ വഴിയാണ് എത്തുക. അതേപോലെ ലാൻഡിൽ നിന്ന് സീയിലേക്ക് എത്തുക എങ്ങനെയാണ്? എക്സസ് ആയിട്ടുള്ള വാട്ടർ റൺ ഓഫ് വഴിയല്ലേ. അപ്പോൾ പുതിയൊരു ടേം നമ്മൾ പറയുന്നു, റൺ ഓഫ്. ഇനി സീയിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് അഗെയിൻ എങ്ങനെയാണ് വെള്ളം എത്തുക? ഇവാപ്രേഷൻ നടന്നിട്ടാണ് എത്തുക. ഇവാപ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നിട്ടാണ് അറ്റ്മോസ്ഫിയറിലേക്ക് തിരിച്ചെത്തുക. ഇങ്ങനെ സൈക്ലിക് ആയിട്ട് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ തിരിച്ചെത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? സൈക്ലിക് മൂവ്മെന്റ് എന്ന് പറയും. ഇങ്ങനെ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് ഹൈഡ്രോളജിക് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഹൈഡ്രോളജിക് സൈക്കിളിന്റെ ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം? സൈക്ലിക് മൂവ്മെന്റ് ഓഫ് വാട്ടർ ഫ്രം സീ, അതായത് സീയിൽ നിന്ന് തുടങ്ങി സീയിലേക്ക് തന്നെ അവസാനിക്കുന്ന രീതിയിൽ വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ഹൈഡ്രോളജിക് സൈക്കിൾ എന്ന് പറയും. എവിടെയെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? സീയിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് പോവും, അറ്റ്മോസ്ഫിയറിൽ നിന്ന് ലാൻഡിലേക്ക് വരും, എഗെയിൻ സീയിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പറയാനുള്ളത് എന്തൊക്കെ പ്രോസസ്സുകളാണ് ഇവിടെ നടക്കുന്നത്, പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്നാണ് പറയാനുള്ളത്. ഈ ഒരു ഹൈഡ്രോളജിക് സൈക്കിളിൽ കുറേ പ്രോസസ്സുകൾ ഉണ്ട്. ഫസ്റ്റ് വൺ പ്രസിപ്പിറ്റേഷൻ ആണ്, സെക്കൻഡ് വൺ ഇവാപ്രേഷൻ ആണ്, ഒരു 9 പ്രോസസ്സുകൾ പറയാനുണ്ട്. തേർഡ് വൺ ട്രാൻസ്പിറേഷൻ ആണ്, ഫോർത്ത് വൺ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ ആണ്, ഫിഫ്ത്ത് വൺ ഇൻഫിൽട്രേഷൻ ആണ്, സിക്സ്ത് വൺ പെർക്കുലേഷൻ ആണ്, സെവൻത്ത് വൺ ഇന്റർസെപ്ഷൻ ലോസ്, എയ്ത്ത് വൺ ഡിപ്രഷൻ ലോസ്, ആൻഡ് നയൻത്ത് വൺ റൺ ഓഫ്. ഇത്രയും പ്രോസസ്സുകളൊക്കെയാണ് നടക്കുന്നത്. ആരൊക്കെയാണ്? എത്രയൊക്കെ പ്രോസസ്സുകളാണ് നോക്കിയേ. പ്രസിപ്പിറ്റേഷൻ ഉണ്ട്, ഇവാപ്രേഷൻ ഉണ്ട്, ട്രാൻസ്പിറേഷൻ ഉണ്ട്, ഇവാപ്പോ ട്രാൻസ്പിറേഷൻ ഉണ്ട്, ഇൻഫിൽട്രേഷൻ, പെർക്കുലേഷൻ, ഇന്റർസെപ്ഷൻ ലോസ്, ഡിപ്രഷൻ ലോസ് ആൻഡ് റൺ ഓഫ്. ഇനി ഓരോ ടേം എന്താണെന്ന് നോക്കാലോ. ഇത്രയും പ്രോസസ്സുകൾ നടക്കുമ്പോഴാണ് ഹൈഡ്രോളജിക് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ പ്രസിപ്പിറ്റേഷൻ ആണ്. പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. എന്താണ് പ്രസിപ്പിറ്റേഷൻ?
അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഭൂമിയിലേക്ക് ഏത് ടൈപ്പിൽ വാട്ടറിന്റെ ഫോൾ ഉണ്ടായാലും അതിനെ നമ്മൾ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയും. ഇനി നമുക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, മഴ മാത്രമാണ് പ്രസിപ്പിറ്റേഷൻ എന്ന്. മഴ മാത്രമല്ല, മഞ്ഞായാലും ഒക്കെ ഒരു പ്രസിപ്പിറ്റേഷന്റെ ഫോമാണ്. മഴ മാത്രമല്ല, ഏത് ഫോം ആണെങ്കിലും നമ്മൾ അതിനെ എന്ത് പറയും? പ്രസിപ്പിറ്റേഷൻ എന്ന് പറയും. അപ്പൊ എങ്ങനെ എഴുതാം? The fall of moisture from atmosphere back to earth in any form. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഇവാപ്പറേഷൻ ആണ്. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം ആവിയായി പോവുക, അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വെള്ളം ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുന്നതിനെയല്ലേ നമ്മൾ എന്ത് പറയുന്നത്? ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ വാട്ടർ ബോഡീസിലുള്ള വെള്ളമാണ്. സീയിലോ അല്ലെങ്കിൽ റിവറിലൊക്കെ ഉള്ള വെള്ളം ഹീറ്റ് ആവുന്ന സമയത്ത് ഇവാപ്പറേറ്റ് ആയി മുകളിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇവാപ്പറേഷൻ എന്ന് പറയാ. ചേഞ്ച് ഫ്രം ഏതൊക്കെ സ്റ്റേറ്റ് ആണ്? ചേഞ്ച് ഫ്രം ലിക്വിഡ് സ്റ്റേറ്റ് ടു വേപ്പർ. അഗൈൻ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ട്രാൻസ്പിരേഷൻ ആണ്. ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ ലീഫിന്റെ സർഫസിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് കുറച്ച് വെള്ളത്തിന്റെ മൂവ്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു എസ്കേപ്പ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ട്രാൻസ്പിരേഷൻ എന്ന് പറയാ. ഇലകളുടെ സർഫസിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്ന വെള്ളമാണ് ട്രാൻസ്പിരേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രം ലീഫ് ടു അറ്റ്മോസ്ഫിയർ. ഇനി ചില സമയത്ത് ഇവാപ്പറേഷനും ട്രാൻസ്പിരേഷനും കൂടെ ഒരുമിച്ച് നടക്കും. ഇവാപ്പറേഷൻ ഫ്രം സർഫസ് ആൻഡ് ട്രാൻസ്പിരേഷൻ ഫ്രം ലീവ്സ് ഒരുമിച്ച് നടക്കും. അങ്ങനെ നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇവാപ്പോ ട്രാൻസ്പിരേഷൻ എന്ന് പറയാം. ഇവാപ്പോ ട്രാൻസ്പിരേഷൻ എന്ന് പറയാം. എന്താണ് ഇവാപ്പോ ട്രാൻസ്പിരേഷൻ? ഏതൊക്കെ പ്രോസസ്സുകളാണ് ഒരുമിച്ച് നടക്കുന്നത്? ഇവാപ്പറേഷനും അതേപോലെ തന്നെ ട്രാൻസ്പിരേഷനും ഒരുമിച്ച് നടക്കുന്നതിനെയാണ് നമ്മൾ ഇവാപ്പോ ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പറയാനുള്ള ടേം ഇൻഫിൽട്രേഷൻ ആണ്. എന്താണ് ഇൻഫിൽട്രേഷൻ? നിങ്ങൾ സോയിൽ മെക്കാനിക്സിലൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ മഴയൊക്കെ പെയ്യുന്നു അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാകുന്ന സമയത്ത് സോയിലിന്റെ സർഫസ് കുറച്ച് വെള്ളം അബ്സോർബ് ചെയ്യില്ലേ? അങ്ങനെ അബ്സോർബ് ചെയ്യുന്ന വെള്ളത്തിന് ആണ് ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്നതിനെയാണ് ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സോയിൽ നല്ല ഡ്രൈ ആയിരിക്കുകയായിരുന്നു, അപ്പോൾ ഒരു മഴ പെയ്തു. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം എന്താ ചെയ്യുക? സോയിൽ ഈ പറഞ്ഞിരിക്കുന്ന വെള്ളം അങ്ങ് അബ്സോർബ് ചെയ്യും ഇല്ലേ? സോയിൽ അബ്സോർബ് ചെയ്യും. ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതാം? അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഓൺ ടോപ്പ് ലെയേഴ്സ് ഓഫ് സോയിൽ. ടോപ്പ് ലെയർ ഓഫ് സോയിൽ എന്ന് വെച്ചാൽ ഏതൊക്കെ ലെയർ വരാം? സർഫസ് ലെയറും സബ് സർഫസ് ലെയറും ആകാം കേട്ടോ. സർഫസ് ലെയർ ആവാം, സബ് സർഫസ് ലെയർ ആവാം. ഇനി വെള്ളം മൊത്തം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു, പിന്നെയും വെള്ളം വന്നാൽ എന്ത് സംഭവിക്കും? ഈ വെള്ളം മൂവ് ചെയ്ത് ഗ്രൗണ്ട് വാട്ടർ ടേബിളിലേക്ക് എത്തും അല്ലേ? ആദ്യം മഴയുടെ എക്സാമ്പിൾ തന്നെ എടുക്കുക. ആദ്യം മഴ പെയ്തു, അപ്പോൾ ഡ്രൈ ആയിരിക്കുന്ന സോയിൽ കുറച്ച് വെള്ളം അബ്സോർബ് ചെയ്തു. അതിനുശേഷം പിന്നെയും വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ വെള്ളം മൂവ് ചെയ്ത് ഗ്രൗണ്ട് വാട്ടർ ടേബിളിൽ എത്തും. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതിനെയാണ് നമ്മൾ പെർക്കുലേഷൻ എന്ന് പറയാം. പെർക്കുലേഷൻ എന്ന് വെച്ചാൽ ഡീപ്പ് മൂവ്മെന്റ് ഓഫ് വാട്ടർ ആണ്. ഡീപ്പ് മൂവ്മെന്റ് ഓഫ് വാട്ടർ ആണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഡെഫിനിഷൻ ആയിട്ട് പറയാം? വെർട്ടിക്കൽ മൂവ്മെന്റ് ഓഫ്, ഡീപ്പ് മൂവ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡീപ്പർ ലെയർ അല്ലെങ്കിൽ വാട്ടർ ടേബിളിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഡീപ്പ് മൂവ്മെന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ മൂവ്മെന്റ് ഓഫ് വാട്ടർ ടുവേർഡ്സ് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ. ഇനി ഇത്രയും വെള്ളം, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇത്രയും വെള്ളം നമുക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ഏതൊക്കെ വെള്ളമാണ്? ഇവാപ്പറേഷൻ, ട്രാൻസ്പിരേഷൻ, ഇവാപ്പോ ട്രാൻസ്പിരേഷൻ, ഇൻഫിൽട്രേഷൻ, പെർക്കുലേഷൻ. ഇത്രയും പ്രോസസ്സിലുള്ള വെള്ളം എന്ന് പറയുന്നത് ലോസ് തന്നെയാണല്ലോ നടക്കുന്നത്. നമുക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. ഈ ലോസസിനെയാണ് നമ്മൾ മേജർ ലോസസ് എന്ന് പറയാം. അപ്പൊ ആരൊക്കെയാണ് മേജർ ലോസസിന് കാരണമായിട്ടുള്ളത്? precipitation, evaporation, transpiration, evapotranspiration, percolation. ഇത്രയും ആൾക്കാരാണ് മേജർ ലോസിന് കാരണം. മേജർ ലോസിന് കാരണം ആരൊക്കെയാണ്? 1 to 6
ആണ് മേജർ ലോസിന് കാരണം. ആരൊക്കെ? പ്രസിപ്പിറ്റേഷൻ, ഇവാപ്പറേഷൻ, ഇവാപ്പോ ട്രാൻസ്പിറേഷൻ, ഇൻഫിൽട്രേഷൻ ആൻഡ് പെർക്കുലേഷൻ. ഇത്രയും പ്രോസസ്സുകൾ മേജർ ലോസസ് ഉണ്ടാക്കും വെള്ളത്തിന്റെ. ഇനി ബാക്കിയുള്ള ഇന്റർസെപ്ഷൻ ലോസ്, ഡിപ്രഷൻ ലോസ് എന്ന് പറയുന്നത് മൈനർ ലോസസ് ആണ്. ഏതൊക്കെയാണ് ഈ മൈനർ ലോസസ്? ഇപ്പൊ മഴ പെയ്യുന്ന സമയത്ത് ഇന്റർസെപ്ഷൻ ലോസ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ്, മഴ പെയ്യുന്ന സമയത്ത് മരങ്ങളിലും അതേപോലെ ബിൽഡിങ്ങിന്റെ സർഫസിലൊക്കെ വന്ന് വെള്ളം തങ്ങി നിൽക്കത്തില്ലേ? നമ്മുടെ ടെറസ് ഉണ്ട്, ടെറസിൽ കുറച്ച് വെള്ളം വന്ന് തങ്ങി നിൽക്കില്ലേ? അങ്ങനെ തങ്ങി നിൽക്കുന്നതിനെയാണ് നമ്മൾ ഇന്റർസെപ്ഷൻ ലോസസ് എന്ന് പറയുന്നത്. മരങ്ങളിലും അതേപോലെ ബിൽഡിങ്ങിലൊക്കെ തങ്ങി നിൽക്കുന്ന വെള്ളത്തിനെയാണ് നമ്മൾ ഇനി മൈനർ ലോസിലേക്കാണ് പറയുന്നത്. ഏഴാമത്തെ ആള് ഇന്റർസെപ്ഷൻ ലോസ് ആണ്. ഇന്റർസെപ്ഷൻ ലോസ് എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്ന സമയത്ത് ട്രീസിലും അതേപോലെ ബിൽഡിങ്ങിലൊക്കെ തങ്ങി നിൽക്കുന്ന വെള്ളത്തിനെയാണ്, ആ ഒരു ലോസ് ആണ് ഇന്റർസെപ്ഷൻ ലോസ് എന്ന് പറയുന്നത്. അതൊരു മേജർ ലോസ് അല്ലല്ലോ. വളരെ കുറച്ച് വെള്ളം മാത്രമേ നമ്മൾ മുൻപ് പറഞ്ഞ മെത്തേഡിൽ കമ്പയർ ചെയ്യുമ്പോൾ ലോസസ് ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് മൈനർ ലോസിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ വെള്ളം ഫ്ലോ ചെയ്യാണെന്ന് വിചാരിക്കാം. കുറെ ഡിപ്രഷൻസ് അല്ലെങ്കിൽ കുഴികളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ ഡിപ്രഷനിലൊക്കെ വെള്ളം ലോസ് ആവുന്നുണ്ടല്ലോ. ഇങ്ങനെ ഡിപ്രഷൻസിലൊക്കെ നമുക്ക് വെള്ളം ലോസ് ആവുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിപ്രഷൻ സ്റ്റോറേജ്. ഡിപ്രഷൻ സ്റ്റോറേജ് എന്ന് പറയും, അല്ലെങ്കിൽ ഡിപ്രഷൻ ലോസ് എന്ന് പറയും. ഡിപ്രഷൻ ലോസ് എന്ന് പറയും. ഏതാണ്? ഡിപ്രഷൻസിൽ അല്ലെങ്കിൽ കുഴികളിലൊക്കെ വെള്ളം മൂവ് ചെയ്യുന്ന സമയത്ത് ഡിപ്രഷൻസിൽ അല്ലെങ്കിൽ കുഴികളിലൊക്കെ വന്ന് തങ്ങി നിൽക്കുന്ന വെള്ളത്തിനെയാണ് ഡിപ്രഷൻ സ്റ്റോറേജ് അല്ലെങ്കിൽ ഡിപ്രഷൻ ലോസ് എന്ന് പറയുന്നത്. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഓർക്കുക, ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുഴികളെയൊക്കെയാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയാ. വാട്ടർ വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ പിറ്റ്സ് ഓർ ഡിപ്രഷൻ. ഈ ഒരു രണ്ട് കേസ് നമ്മൾ പറഞ്ഞതും ഏതാണ്? മൈനർ ലോസസ് ആണ്. അത് ഓർത്തു വെക്കുക കേട്ടോ, മൈനർ ലോസസ് ആണ്. ഇനി ഈ ലോസ് ഒക്കെ കഴിഞ്ഞിട്ട് എഫക്റ്റീവായിട്ട് റിവറിൽ അല്ലെങ്കിൽ സീയിൽ ഒഴുകിയെത്തുന്ന വെള്ളത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? റൺ ഓഫ് എന്ന് പറയാ. റൺ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസിപ്പിറ്റേഷനിൽ നിന്ന്, പ്രസിപ്പിറ്റേഷൻ എന്ന് വെച്ചാൽ ഫോൾ ഓഫ് മോയ്സ്ചർ ആണ്. പ്രസിപ്പിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ നടന്ന് ഈ ലോസസ് ഒക്കെ കഴിഞ്ഞ് റിവറിലേക്ക് അല്ലെങ്കിൽ സീയിലേക്ക് എഫക്റ്റീവായിട്ട് എത്തുന്ന അല്ലെങ്കിൽ റീച്ച് ചെയ്യുന്ന വെള്ളത്തിന്റെ ആ ഒരു മെഷറാണ് റൺ ഓഫ് എന്ന് പറയുന്നത്. എങ്ങനെ പറയാം? വാട്ടർ അൾട്ടിമേറ്റ്ലി reaches rivers or sea by surface flow after losses. ഓക്കെ, ഇനി നമുക്ക് ഇത്രയാണ് നമ്മുടെ ഏതൊക്കെ പ്രോസസ്സുകളാണ് വാട്ടർ സൈക്കിളിൽ അല്ലെങ്കിൽ ഹൈഡ്രോളജിക് സൈക്കിളിൽ ഉള്ളതെന്ന് പറയാനുള്ളത്. ഇനി നമുക്കൊരു വാട്ടർ ബഡ്ജറ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ ബേസിക് പ്രിൻസിപ്പിൾ പറയാനുണ്ട്. ബേസിക് പ്രിൻസിപ്പിൾ ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഹൈഡ്രോളജിക് സൈക്കിളിൻ്റെ. ബേസിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഹൈഡ്രോളജിക് സൈക്കിൾ. ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ കൺസർവേഷൻ ഇക്വേഷൻ ആണ്. വാട്ടർ കൺസർവേഷൻ ഇക്വേഷൻ, അല്ലെങ്കിൽ നമ്മൾ അതിനെ വാട്ടർ ബഡ്ജറ്റ് ഇക്വേഷൻ എന്നും പറയും, അല്ലെങ്കിൽ വാട്ടർ ബഡ്ജറ്റ് ഇക്വേഷൻ എന്ന് പറയും. നമ്മൾ എനർജിയിലൊക്കെ പറയുന്ന പോലെ നമ്മൾ എനർജി ഉണ്ടാക്കാനും പറ്റില്ല, അതേപോലെ ലോസും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ പറയുന്നത് വാട്ടർ ബഡ്ജറ്റ് ഇക്വേഷൻ ആണ്. വാട്ടർ ബഡ്ജറ്റ് ഇക്വേഷൻ പറയുന്നത് ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ, ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ സ്റ്റോറേജ് ആണ്. എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. നമുക്കൊരു ടാങ്ക് ഉണ്ടായിരുന്നു. ടാങ്കിൽ നമ്മൾ വെള്ളം നിറയെ വെച്ചു. അപ്പോൾ അതാണല്ലോ അതിൻ്റെ ഇൻഫ്ലോ. ഇനി ടാങ്കിൽ നിന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ വെള്ളം പുറത്തേക്ക് എടുത്തു. അങ്ങനെ വെള്ളം പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഔട്ട്ഫ്ലോ ഉണ്ടായി. അപ്പോൾ ആ ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ ടാങ്കിൽ എത്രയാണ് ചേഞ്ച് ഇൻ സ്റ്റോറേജ് എന്ന് കിട്ടില്ലേ? ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മളൊരു ഡാമിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലൊക്കെ നടക്കുക. എത്രയാണോ നമ്മൾ വെള്ളം പുറത്തേക്ക് എടുക്കുന്നത് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇൻഫ്ലോ മൈനസ് ആ ഒരു മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ സ്റ്റോറേജ് ആണ് കിട്ടുക. ഇതാണ് വാട്ടർ ബഡ്ജറ്റ് ഇക്വേഷൻ. ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ പറയാന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഹൈഡ്രോളജിക് സൈക്കിളിൻ്റെ ഇക്വേഷൻ പറയുക എന്ന് വെച്ചാൽ പ്രസിപ്പിറ്റേഷൻ, ഇൻഫ്ലോ എന്ന് പറയുന്നത് പ്രസിപ്പിറ്റേഷൻ അല്ലേ? പ്രസിപ്പിറ്റേഷൻ മൈനസ് ഇവിടെ നടക്കുന്ന ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് ലോസസ് ആണ്. പ്രസിപ്പിറ്റേഷൻ മൈനസ് ലോസസ് എന്ന് പറയുന്നത് റൺ ഓഫ് ആയിരിക്കും. അതായത്
ഒരു എത്ര മഴ പെയ്തോ അല്ലെങ്കിൽ മഴയായിട്ടും മഞ്ഞായിട്ടൊക്കെ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് ലോസസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ലോസസ് ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വെള്ളമാണ് എഫക്റ്റീവായിട്ട് റിവറിൽ അല്ലെങ്കിൽ സീയിൽ എത്തുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ വെരി ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ ആണിത്. പ്രസിപ്പിറ്റേഷൻ മൈനസ് ലോസസ് എന്ന് പറയുന്നത് റൺ ഓഫ് ആയിരിക്കും. പ്രസിപ്പിറ്റേഷൻ മൈനസ് ലോസസ് എന്ന് പറയുന്നത് റൺ ഓഫ് എന്നുള്ള ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇത് വെച്ച് ചെറിയ പ്രോബ്ലം ഉണ്ടാവാറുണ്ട് കേട്ടോ, ലോസസിന്റെ എമൗണ്ട് ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നോക്കി വെക്കുക. ഇനി നമ്മൾ പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞു. മഴവെള്ളം മാത്രമല്ല പ്രസിപ്പിറ്റേഷന് കാരണമാകുന്നതെന്നും പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ് ആ ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ എന്ന് നോക്കിയാലോ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ ആണ്. നമുക്ക് മെയിൻ ആയിട്ട് ഒരു 7 ഫോംസ് ആണുള്ളത്. ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ എക്സാമിന് സ്ഥിരം ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഒഴിവാക്കി വിടരുത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് അതൊന്ന് ലിസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ ഡ്രിസിൽ ആണ്, സെക്കൻഡ് വൺ റെയിൻ ആണ്, തേർഡ് വൺ ഗ്ലേസ്, ഫോർത്ത് വൺ സ്ലീറ്റ്, ഫിഫ്ത്ത് വൺ സ്നോ, സിക്സ്ത് വൺ സ്നോഫ്ലേക്ക്, സെവൻത്ത് വൺ ഹെയിൽ. അപ്പോൾ ഓരോന്ന് എന്താണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഡ്രിസിൽ ആണ്. ഇത്രയാണ് ഡ്രിസിൽ. ഏതൊക്കെയാണ് ഒന്നുകൂടെ പറയാം, അതിനുശേഷം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡ്രിസിൽ, റെയിൻ, ഗ്ലേസ്, സ്ലീറ്റ്, സ്നോ, സ്നോഫ്ലേക്സ് ആൻഡ് ഹെയിൽ. 7 പേര്. ഇനി ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡ്രിസിലാണ്. എന്താണ് ഡ്രിസിൽ? ഡ്രിസിൽ എന്ന് വെച്ചാൽ ചാറ്റൽ മഴേനെയാണ് നമ്മൾ ഡ്രിസിൽ എന്ന് പറയാം. ചാറ്റൽ മഴേനെയാണ് ഡ്രിസിൽ എന്ന് പറയാം. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൈസ് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ് എത്രയായിരിക്കും? ലെസ് ദാൻ 0.5 mm ആയിരിക്കും. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മൾ ചാറ്റൽ മഴയുടെ ഡ്രോപ്ലെറ്റ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സൈസ് കുറച്ച് കുറവായിരിക്കും. 0.5 mm താഴെയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ഡ്രിസിൽ എന്ന് പറയും. ചാറ്റൽ മഴയാണ് ഡ്രിസിൽ. സൈസ് ഓഫ് ഡ്രോപ്ലെറ്റ് 0.5 mm താഴെയായിരിക്കും. ഇനി ഇവിടെ അറിയേണ്ടത് മാക്സിമം സൈസ് എത്രയായിരിക്കും നോക്കാം. മാക്സിമം സൈസ് ഓഫ് ഡ്രോപ്ലെറ്റ് എന്ന് പറയുന്നത് 6.25 mm ആണ്. മാക്സിമം സൈസ് എന്ന് പറയുന്നത് 6.25 mm ആണ്. ഇനി നമുക്ക് ഇൻറ്റൻസിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ഒരു ടൈം പീരീഡ് എടുക്കുകയാണെങ്കിൽ എത്ര ഡെപ്ത് ഓഫ് വാട്ടർ ഉണ്ട് അല്ലെങ്കിൽ എത്ര ഡെപ്ത് ഓഫ് മഴ ഉണ്ട് എന്നുള്ളതാണല്ലോ നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ mm/h നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലിൽ ഡെപ്ത് ഓഫ് വാട്ടറിനെയാണ് ഇൻറ്റൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വിൽ ബി ലെസ് ദാൻ 1 mm/h ആണ്. 1 mm/h. അപ്പോൾ എന്തൊക്കെ പോയിന്റ് ആണ്? ഈ 3 പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ഡ്രിസിൽ ആവുമ്പോൾ ചാറ്റൽ മഴേനെയാണ് നമ്മൾ ഡ്രിസിൽ എന്ന് പറയുക. ഡ്രിസിലിൽ ഡ്രോപ്ലെറ്റ്സിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, 0.5 mm താഴെയായിരിക്കും. ഇനി അതിൽ അറിയേണ്ടത് മാക്സിമം ഏത് സൈസ് വരെ പോവാം? 6.25 വരെയാണ് മാക്സിമം പോകാൻ പറ്റുക. ഇനി ഇൻറ്റൻസിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ 1 mm/h താഴെയായിരിക്കും ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻ. അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 1 mm/h താഴെയാണ്. അടുത്ത ഡ്രിസിൽ പോലെ നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്നതാണ് റെയിൻ. ഡ്രിസിൽ ആൻഡ് റെയിൻ ഒരു കാറ്റഗറി ആയിട്ട് നമുക്ക് പഠിക്കാം. ഇവിടെ റെയിനിൽ വരുമ്പോൾ സൈസ് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ് എന്തായിട്ടുണ്ടാവും? അല്ലെങ്കിൽ സൈസ് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ് നമുക്ക് പറയാം 0.5 കൂടുതലായിരിക്കും. 0.5 mm കൂടുതലായിരിക്കും. ഓക്കെ, ഈ ഡ്രിസിലല്ല കേട്ടോ മാക്സിമം സൈസ് വരുന്നത്. സോറി, ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഡ്രിസിലല്ല മാക്സിമം സൈസ് പറയുന്നത്. ഡ്രിസിലല്ല, റെയിനിലാണ് മാക്സിമം സൈസ്. അതൊന്ന് മാറ്റി പഠിക്കണം കേട്ടോ. റെയിനിലാണ് മാക്സിമം സൈസ് പറയുന്നത്. മാക്സിമം സൈസ് റെയിനിൻ്റെത് വരിക 6.25 mm ആണ്. ഓക്കെ, നമുക്കിതിൽ ഓരോ ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷനും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഡ്രിസിലാണ്. ഡ്രിസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും അറിയാം, ഡ്രിസിൽ എന്ന് പറഞ്ഞാൽ ചാറ്റൽ മഴയാണ്. ഓക്കെ, അപ്പോൾ സൈസ് ഓഫ് ഡ്രോപ്ലെറ്റ് ചെറുതായിരിക്കുമല്ലോ. ഡ്രിസിൽ എന്ന് വെച്ചാൽ ചാറ്റൽ മഴയാണ്. ഇവിടെ സൈസ് ഓഫ് ഡ്രോപ്ലെറ്റ് അല്ലെങ്കിൽ സൈസ് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0.5 mm ആയിരിക്കും. വളരെ ചെറിയ സൈസ് ആയിരിക്കും. ഇനി നമ്മൾ ഇൻറ്റൻസിറ്റി നോക്കുകയാണെങ്കിൽ, ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പറയൂ. ഒരു പെർട്ടിക്കുലർ ടൈമിൽ എത്ര ഡെപ്ത് ഓഫ് വാട്ടർ ഉണ്ട് എന്നുള്ളതാണ് ഇൻറ്റൻസിറ്റി. അപ്പോൾ നമ്മൾ mm/h
നമ്മളെ ടൈം പീരീഡ് അവറിലാണെങ്കിൽ mm/hourലൊക്കെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ഒരു പെർട്ടിക്കുലർ ടൈമിൽ എത്ര ഡെപ്ത് ഓഫ് വാട്ടർ ഉണ്ടാവും എന്നുള്ളതാണ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 1 mm/hourനേക്കാളും താഴെയായിരിക്കും. ഇൻറ്റൻസിറ്റി 1 mmനേക്കാളും താഴെ, 1 mm/hourനേക്കാളും താഴെയും സൈസ് ഓഫ് ഡ്രോപ്ലെറ്റ് 0.5 mmനേക്കാളും താഴെയാണെങ്കിൽ നമ്മൾ അതിനെ ഡ്രിസിൽ എന്ന് പറയും. ഇനി ഡ്രിസിലിനോട് ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരാളാണ് റെയിൻ. ഡ്രിസിലും റെയിനും നമുക്ക് ഒരുമിച്ച് പഠിക്കാം. റെയിനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൈസ് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലുപ്പം ഉണ്ടാവും, അതായത് > 0.5 mm ആണ്. ഇനി ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് > 0.5 mm എന്ന് പറഞ്ഞു. മാക്സിമം എത്ര സൈസ് വരെ പോകാൻ പറ്റും? മാക്സിമം സൈസും എക്സാമിന് ചോദിക്കാറുണ്ട്. മാക്സിമം 6.25 mm വരെയാണ് റെയിനിൻ്റെ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ സൈസ് ഉണ്ടാവുക. അപ്പോൾ ഡ്രിസിൽ ആണെങ്കിൽ ചാറ്റൽ മഴയാണ്. ഡ്രിസിൽ എന്ന് പറഞ്ഞാൽ 1 mm/hourനേക്കാളും ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. അതേപോലെ തന്നെ 0.5 mmനേക്കാളും ഡ്രോപ്ലെറ്റ് സൈസ് കുറവായിരിക്കും. ഇനി ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് റെയിൻ വരിക. സൈസ് 0.5 mmനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ഇൻറ്റൻസിറ്റിയോ? ഇൻറ്റൻസിറ്റി വിൽ ബി > 1 mm/hour ആയിരിക്കും. ഇൻറ്റൻസിറ്റി 1 mm/hourനേക്കാളും കൂടുതലായിരിക്കും. ഇനി സൈസ് 0.5നേക്കാളും കൂടുന്നു പറഞ്ഞു. പക്ഷെ എത്ര വരെ മാക്സിമം പോവാം? സൈസ് എന്ന് പറയുന്നത് 6.25 mm വരെ പോകാം. ഇനി ഡ്രിസിലും റെയിനും കഴിഞ്ഞ് അടുത്ത ഒരു ഫോം എന്ന് പറയുന്നത് ഗ്ലേസ് ആണ്. ഗ്ലേസ് എന്ന് വെച്ചാൽ ഡ്രിസിൽ അല്ലെങ്കിൽ റെയിൻ കോൾഡ് ഒബ്ജക്റ്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഫ്രീസ് ആവുമല്ലോ. കോൾഡ് ഒബ്ജക്റ്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഫ്രീസ് ആവും. ഡ്രിസിൽ അല്ലെങ്കിൽ റെയിൻ കോൾഡ് ഒബ്ജക്റ്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഫ്രീസ് ആവും. ആ ഒരു ഫോമിനെയാണ് നമ്മൾ ഗ്ലേസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫ്രോസൺ ഫോം ഓഫ് ഡ്രിസിൽ ഓർ റെയിൻ ആണ് ഗ്ലേസ് എന്ന് പറയുന്നത്. വേറെ എങ്ങനെ പറയാം? ഡ്രിസിൽ ഓർ റെയിൻ ഇൻ കോണ്ടാക്ട് വിത്ത് കോൾഡ് സർഫസ് freezes and forms glaze. ഓക്കെ, ഇനി അടുത്തൊരു മെമ്പർ എന്ന് പറയുന്നത് ഗ്ലേസ് പോലെ തന്നെ ഉള്ളതാണ് സ്ലീറ്റ്. ഓക്കെ, ഗ്ലേസ് പോലെ തന്നെ വരുന്നതാണ് സ്ലീറ്റ്. ഈ ഫ്രീസ് ചെയ്തിരിക്കുന്ന ആൾക്കാർ കൂൾ ചെയ്ത് ഐസ് സ്റ്റേജിലേക്ക് മാറി എന്ന് വിചാരിക്കാം. ഫ്രീസ് ചെയ്തിരിക്കുന്നത് കൂൾ ചെയ്ത് ഐസ് സ്റ്റേജിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നമ്മൾ അവയാണ് സ്ലീറ്റ് എന്ന് പറയാം. ഫ്രോസൺ റെയിൻഡ്രോപ്സ് fused to ice stage is known as sleet. അപ്പോൾ എന്താണ്? ഗ്ലേസും സ്ലീറ്റും നമുക്ക് ഒരുമിച്ച് പഠിക്കാം, രണ്ടെണ്ണം ഒരുമിച്ച് പഠിക്കാം. ഗ്ലേസ് എന്ന് പറഞ്ഞാൽ റെയിൻ അല്ലെങ്കിൽ ഡ്രിസിൽ കോൾഡ് ഒബ്ജക്റ്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഫ്രീസ് ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു ഫോമിനെയാണ് ഗ്ലേസ് എന്ന് പറയാം. ഇനി ഫ്രോസൺ റെയിൻഡ്രോപ്സ് പിന്നെയും കൂൾ ചെയ്യുന്ന സമയത്ത് ഐസ് ഫോമിലേക്ക് എത്തുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഐസ് സ്റ്റേജിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ലീറ്റ് എന്ന് പറയാം. അടുത്ത ഫോം എന്ന് പറയുന്നത് സ്നോ ആണ്. സ്നോ പിന്നെ എല്ലാവർക്കും അറിയാം, ഐസിന്റെ ക്രിസ്റ്റൽ പോലെയുള്ള പ്രസിപ്പിറ്റേഷൻ ആണ്, അല്ലെങ്കിൽ ആ ഫോമിനെയാണ് നമ്മൾ സ്നോ എന്ന് പറയാം. പ്രസിപ്പിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് ഐസ് ക്രിസ്റ്റൽസ്. അഗെയിൻ ഇനി ഈ സ്നോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടേമും കൂടി ഉണ്ട്, സ്നോഫ്ലേക്ക്. ഈ സ്നോഫ്ലേക്കും സ്നോയും ചില ടെക്സ്റ്റ് ബുക്കിൽ ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്, ചിലതിൽ വേറെ വേറെ കൊടുത്തിട്ടുണ്ട്. ഈ സ്നോ എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ സ്നോ എന്ന് പറഞ്ഞാൽ ഐസ് ക്രിസ്റ്റൽ ആണല്ലോ. കുറേ ഐസ് ക്രിസ്റ്റൽ കൂടി ചേരുമ്പോഴാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്നോഫ്ലേക്ക് ഉണ്ടാവുക. സ്നോ എന്ന് പറഞ്ഞാൽ ഐസ് ക്രിസ്റ്റൽസ് ആണ് അല്ലേ? സ്നോ എന്ന് പറഞ്ഞാൽ ഐസ് ക്രിസ്റ്റൽസ് ആണ്. ഇങ്ങനെ ഐസ് ക്രിസ്റ്റൽസ് കൂടി ചേർന്നിട്ടാണ് സ്നോഫ്ലേക്ക് ഉണ്ടാവുക. അപ്പോൾ ചില ബുക്കിലൊക്കെ രണ്ടും ഒരുമിച്ച് പറയുന്നുണ്ട്, ചിലടത്ത് സെപ്പറേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പറയാം? നമ്പർ ഓഫ് ഐസ് ക്രിസ്റ്റൽസ് ഫ്യൂസ് together to form snowflakes. ഇനി ഫൈനലി എല്ലാവർക്കും അറിയുന്ന ഹെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലംസ് ഓഫ് ഐസ് ആണ്. ഹെയിൽ എന്ന് പറയുന്നത് ലംസ് ഓഫ്
ഐസാണ് ഹെയിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐസിന്റെ കട്ടകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ സൈസ് ഗ്രേറ്റർ ദാൻ 8 mm ആയിരിക്കും. സൈസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 8 mm ആയിരിക്കും. ലംസ് ഓഫ് ഐസ് ആണ് ഹെയിൽ. അപ്പൊ ഇത്രയൊക്കെയാണ് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ. ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷനിൽ ഏറ്റവും കൂടുതൽ തവണ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ളത് ഈ ഒരു സൈസുകളില്ലേ, നമ്മുടെ ഡ്രിസിലിന്റെയും റെയിനിന്റെയും സൈസ് ആൻഡ് ഇന്റൻസിറ്റി ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടൈപ്പ് പറയും, അത് ഏത് പ്രസിപ്പിറ്റേഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്തായാലും എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്നു പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഹൈഡ്രോളജി എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ 1 year സ്റ്റഡി പ്ലാൻ്റെ എക്സാം ഈ വരുന്ന സാറ്റർഡേ ഉണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി പഠിച്ചിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുക. അപ്പോൾ അടുത്ത സെഷനിൽ കാണാം. എല്ലാവർക്കും താങ്ക്